നിത്യജീവിതത്തിൽ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ശീലത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രൊക്രാസ്റ്റിനേഷൻ അഥവാ നീട്ടിവെക്കുക. ഏത് കാര്യങ്ങളായിക്കോട്ടെ പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു ശീലമാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ചില കാര്യങ്ങൾ തുടങ്ങേണ്ട സമയത്ത് തുടങ്ങാതിരിക്കുക, ചെയ്യേണ്ട സമയങ്ങളിൽ ചെയ്യാതിരിക്കുക, ചില ജോലികൾ പിന്നത്തേക്ക് നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു ശീലമാണ് പ്രൊക്രാസ്റ്റിനേഷൻ. ഇത് നമ്മൾക്ക് മാത്രമല്ല, ഈ ലോകത്തെ എല്ലാ ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ. ശരിക്കും ഇതിന് യൂണിവേഴ്സൽ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അത് വലിയ ആളുകളായിക്കോട്ടെ, ചെറിയ ആളുകളായിക്കോട്ടെ, വളരെ ജീനിയസ് ആയ വ്യക്തികളായിക്കോട്ടെ, എല്ലാവരും ഈ ഒരു കാര്യം ഫേസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇത് നമ്മൾക്ക് ഓവർകം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ അഥവാ ഈ നീട്ടിവെക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നറിയാവോ? നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു ഭയം, ഫിയർ ഓഫ് ഫെയിലിയർ, എന്തെങ്കിലും തോറ്റുപോകുമോ എന്ന ഭയത്തിൽ നിന്നും ഈ പ്രൊക്രാസ്റ്റിനേഷൻ വരാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുകയാണെന്നിരിക്കട്ടെ. ആപ്ലിക്കേഷൻ അയക്കുന്നതിന് മുന്നേ തന്നെ അയാൾ ചിന്തിക്കുകയാണ്, ഞാനിതിൽ എങ്ങാനും തോറ്റുപോകുമോ എന്നാലോചിച്ചിട്ട് ഈവൻ ആപ്ലിക്കേഷൻ ഫോം പോലും അപ്ലൈ ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ, തോറ്റുപോകുമോ എന്നൊരു ഭയം കാരണം. ഇതും ഈ ഒരു കോസും ഉണ്ടാവുന്നത്, ഈ ഒരു ഫിയർ ഓഫ് ഫെയിലിയറും ഉണ്ടാവുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ കൊണ്ടാണ്. നീട്ടിവെക്കുന്നതിൻ്റെ ഒരു കോസാണത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് പെർഫെക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ചില ആളുകൾ ഒരു കവിത ഒക്കെ എഴുതിയിട്ടുണ്ടാവും, കവിത അല്ലെങ്കിൽ എന്തെങ്കിലും കഥകളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതൊന്ന് പബ്ലിഷ് ചെയ്യാൻ പോലും കുറച്ചുകൂടി നന്നായിക്കോട്ടെ, കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിക്കോട്ടെ എന്ന് ചിന്തിച്ചിട്ട് അത് മാറ്റിവെക്കാറുണ്ട്. അങ്ങനെ ചിന്തിച്ചിട്ട് ചില സമയം ആ ഒരു കഥ പോലും പബ്ലിഷ് ചെയ്യാതെ പോകുന്ന അവസ്ഥ പോലും ഉണ്ടാവാറുണ്ട്. ഇതും ഒരു പ്രൊക്രാസ്റ്റിനേഷൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയും. ലാക്ക് ഓഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചില കുട്ടികൾക്ക് ഒരുപാട് കഴിവുകളുണ്ടാവും. അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് മുന്നിലേക്ക് എത്താൻ പറ്റുക. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ, ഒരു ഡാൻസ് ചെയ്യുന്നൊരു കുട്ടി ഉണ്ടായിക്കോട്ടെ, വീട്ടിലൊക്കെ നന്നായി ഡാൻസ് ചെയ്യും. പക്ഷേ ആ കുട്ടീനെ സ്കൂളിൽ വന്നിട്ട് ചെയ്യാൻ ആ കുട്ടിക്ക് ഒരാൾ അയാളൊന്ന് മോട്ടിവേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമാണ് ആ കുട്ടിക്ക് മുന്നിലേക്ക് വരാൻ. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മുന്നിലേക്ക് വരാൻ പറ്റും. ആ ഒരു ഷൈ കാരണം ആ കുട്ടി എന്ത് ചെയ്യുന്നു, പുറകിലേക്ക് വലിയുന്നു. ഇതും ഒരു പ്രൊക്രാസ്റ്റിനേഷനാണ്. പിന്നെ അടുത്തൊരു പ്രൊക്രാസ്റ്റിനേഷൻ ഉണ്ട്, ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയും. ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വീട്ടിലുള്ള വ്യക്തികളായി ആരായിക്കോട്ടെ, നമ്മുടെ ജോലികൾ പിന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ ഫോണിലും ഇതിലൊക്കെ ഷോർട്സൊക്കെ നോക്കി, നമ്മുടെ മീഡിയാസിലൊക്കെ നോക്കിയിട്ട്, സോഷ്യൽ മീഡിയാസിലൊക്കെ നമ്മൾ കൂടുതൽ നേരം സമയം ചിലവഴിക്കുമ്പോൾ നമ്മുടെ സമയം പോവാണ്, നമ്മൾ അറിയുക പോലും ചെയ്യാറില്ല. ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് കൊണ്ട് നമ്മുടെ വർക്കുകൾ എന്താവും, ഡിലേ ആവും. നാളത്തേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റിവെക്കുന്ന ഒരു ശീലം നമ്മളിലേക്ക് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഈ ഒരു 4 കാര്യങ്ങൾ കൊണ്ട് നമ്മളുടെ ലൈഫിലും ഉണ്ടാവുന്ന എന്തൊക്കെയാണെന്ന് അറിയാമോ? നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയും, ഓപ്പർച്യൂണിറ്റീസുകൾ മിസ്സായി പോവും, പല ഓപ്പർച്യൂണിറ്റീസുകൾ നമ്മളിൽ നിന്ന് മിസ്സായി പോകാറുണ്ട് ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ എന്ന ഒരു ശീലം കൊണ്ട്, ഈ നീട്ടിവെക്കുക എന്നൊരു ശീലം കൊണ്ട്. ഈ ശീലം എന്നിലുമുണ്ട്. ഞാനും ഈ ഒരു ഹാബിറ്റ് കൊണ്ട് ഫേസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനിതെങ്ങനെ ഓവർകം ചെയ്തു എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും നാളത്തേക്ക് ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് ചിന്തിക്കുമായിരുന്നു. അപ്പോൾ അന്ന് മുതൽ എനിക്കിങ്ങനെ ഒരു മൈൻഡിൽ ഇങ്ങനെ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ എനിക്കുണ്ട് എന്ന് മനസ്സിലായ നിമിഷം മുതൽ ഞാൻ ചിന്തിച്ചു തുടങ്ങി, എൻ്റെ മൈൻഡിൽ തന്നെ ഇപ്പോൾ തന്നെ ചെയ്യുക എന്ന ഒരു സെൻറ്റൻസ്, ഡു ഇറ്റ് നൗ എന്ന ഒരു അഫർമേഷൻ പോലെ ഒരു റിപ്പീറ്റഡ് ആയിട്ട് ആ സെൻറ്റൻസ് എൻ്റെ മൈൻഡിൽ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഏത് കാര്യം എനിക്ക് ചെയ്യണം എന്ന് എൻ്റെ മൈൻഡിൽ തോന്നുമ്പോൾ ഞാൻ പറയും ഡു ഇറ്റ് നൗ എന്ന് എൻ്റെ ഉള്ളിൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് എൻ്റെ മാറി തുടങ്ങി. അപ്പം തന്നെ ഞാൻ ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. ഈ ഒരു മാറ്റം എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. എൻ്റെ വർക്കുകൾ, ഞാൻ 5 മണിക്കൂറിൽ തീർക്കേണ്ട വർക്കുകളെല്ലാം ഒരു 2.5-3 hours എനിക്ക് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു ഈ ഒരു ഇതുകൊണ്ട്, ഈ ഒരു ശീലം കൊണ്ട്. അപ്പോൾ എന്താണ്ടായേ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കാനും എൻ്റെ കുറേ പുതിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനും വേണ്ടിയിട്ട് എനിക്ക് സമയം കണ്ടെത്താൻ സാധിച്ചു തുടങ്ങി. ഇതാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത ഒരു കാര്യം. രണ്ടാമത് ഞാൻ ഉപയോഗിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, 5 second റൂൾ എന്ന് പറയും. എന്ന് വെച്ചാൽ 5 നിമിഷ റൂൾ. എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 5 second റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു കാര്യം ചെയ്യണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നുമ്പോൾ തന്നെ അത് 5 നിമിഷത്തിൽ തന്നെ ഞാൻ ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എൻ്റെ മൈൻഡിൽ സെറ്റ് ചെയ്തു.
അപ്പം തന്നെ വർക്ക് ചെയ്യണം, അപ്പം തന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം. ഏത് വർക്കാണോ ആ വർക്ക് 5 സെക്കൻഡിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന ഒരു മൈൻഡ് സെറ്റ് എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാണ് ചെയ്തത്. അതിനാദ്യം ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്ത കാര്യം ഏതിലായിരുന്നു എന്നറിയാമോ? എനിക്ക് കാലത്ത് നേരത്തെ എഴുന്നേൽക്കുമ്പോൾ അലാറം അടിക്കുന്ന സമയത്ത് അത് ഓഫ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് കഴിയട്ടെ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞോട്ടെ എന്ന് എണീക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അത് ഞാൻ ഓവർകം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാത്രി കിടക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ മൈൻഡിൽ പറയുമായിരുന്നു, അലാറം അടിച്ച ഉടനെ ഞാൻ 5 4 3 2 1 എന്ന് പറയുന്ന ആ സെക്കൻഡിൽ ഞാൻ എഴുന്നേൽക്കുമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ അലാറം അടിച്ച വശം തന്നെ അപ്പം തന്നെ ആ ഒരു 5 നിമിഷത്തിൽ നമ്മൾ എണീക്കുകയാണെങ്കിൽ നമ്മളത് എണീച്ച് നമ്മുടെ വർക്കുകളെല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ആ ഒരു 5 സെക്കൻഡിൽ എണീച്ചില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാമെന്നറിയാം, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് എഴുന്നേൽക്കാം, അരമണിക്കൂർ കഴിഞ്ഞ് എഴുന്നേൽക്കാം എന്നൊക്കെ ഒരു ടെൻഡൻസി നമുക്ക് വരുമായിരുന്നു. ഇത് എനിക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചത് ഈ 5 സെക്കൻഡ് റൂൾ ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടാണ്. ഈ 5 നിമിഷ റൂള് നിയമം എന്നിൽ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് പ്രൊഡക്ടിവിറ്റി ആവാൻ സാധിച്ചു. ശരിക്കും എനിക്ക് ഒരുപാട് സമയങ്ങൾ പഠിക്കാൻ വേണ്ടിയും എക്സ്ട്രാ വേറെ വർക്ക് ചെയ്യാനും എനിക്ക് കിട്ടിത്തുടങ്ങി. ഇതാണ് ഞാൻ എന്നിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന ശീലം നിങ്ങളിൽ ആരെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് അതെങ്ങനെ ഓവർകം ചെയ്യാം എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ചെറിയ ചെറിയ ശീലങ്ങളാണ് വലിയ വലിയ മാറ്റങ്ങളാക്കുന്നത്. ചെറിയ ചെറിയ ശീലങ്ങളിൽ മാറ്റം വരുത്തുമ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കും നമ്മുടെ ലൈഫിൽ. എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളുടെ ചിന്തകളാണ് എന്തായി മാറുന്നത്? ചിന്തകളാണ് വാക്കുകളായിട്ട് മാറുന്നത്, വാക്കുകളാണ് പ്രവൃത്തികളായിട്ട് മാറുന്നത്, പ്രവൃത്തികളാണ് ശീലങ്ങളായി മാറുന്നത്, ശീലങ്ങളാണ് നമ്മുടെ വിധിയാക്കി മാറ്റുന്നത്. നമ്മുടെ ശീലങ്ങളെ മാറ്റം വരുത്തി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുക തന്നെ ചെയ്യും. ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. താങ്ക് യു.